ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെമ്മീൻ റോസ്റ്റാണ് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചെമ്മീൻ റോസ്റ്റിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു. ചെമ്മീൻ നന്നാക്കി കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും മിക്സാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും കുക്ക് ചെയ്യുന്ന സമയത്ത്. അതിനുശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യുക. നന്നായിട്ട് സവാള വഴറ്റിയെടുക്കുക. സവാളയുടെ പച്ചമണമൊക്കെ പോയി അത് നല്ലൊരു ബ്രൗൺ കളറ് ആകുന്ന രീതിയിലാവുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യാറില്ല, എനിക്ക് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എരിവ് അധികം ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് അത് വഴറ്റിയെടുക്കണം. അതിൻ്റെ പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ പോയി നന്നായിട്ട് അത് മൊരിയുന്ന ഒരു രീതിയിലേക്ക് ആകും. നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ സമയത്ത് നമ്മളതിലേക്ക് എരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ആഡ് ചെയ്ത് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കഴുകി വച്ചിരിക്കുന്ന നമ്മളുടെ ചെമ്മീൻ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഒരു കപ്പ് വെള്ളം വേവാൻ ആവശ്യമായി. ചെമ്മീന് അധികം വെള്ളം ആവശ്യമില്ല. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര റഫായിട്ട് പോകും. അപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ആ വെള്ളം അത്യാവശ്യം വറ്റി കുറുകി വരുന്നത് വരെ നമ്മൾ തിളപ്പിച്ചാൽ മതി. ചെമ്മീനൊക്കെ ഒരുപാട് സമയം വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര റഫായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് സമയം തന്നെ വേവിച്ചാൽ മതിയാവും. നല്ല കുറുകി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ചോറ്, ചപ്പാത്തി ഇതൊക്കെ കൂടെ കഴിക്കാനായിട്ട് വളരെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ